Good morning. Good morning. Okay. Now I am going to bless our newly renovated stage. How is it? Is it good? Nice. Is it good for you? Okay. We are going to bless that stage for what? Hereafter, you are going to present and perform your all the cultural activities on the stage, no? For that, we need the blessings of our God, Ishwar. Okay? Is it needed? Blessing of our God is needed. Surely. There are many famous persons, artists will be on the stage hereafter by performing your arts and cultural items afterwards. Now you are little ones, afterwards you will become great personalities through this stage, no? In front of the mic, you will speak, great speakers, great artists, great dancers, singers like that, no? For that we need the blessings of our Jesus Christ, then Lorna Muttappa, our Jesus Christ is there, sitting there. Do you see that? Who is there? Who is that? Huh? Which God? Jesus Christ sitting in the asana, Padmasana, I think so. He is in the Padmasana. Do you know the Padmasana? Huh? Not hear of it. Your yoga teacher is teaching you asanas, no yoga asanas. This is one of the asanas, Padmasana. God is in the Padmasana, sitting there. Then there is Lorna Muttappa. Who is Lorna Muttappa? St. John, patron of our school and patron of our parish. Lorna Muttappa, the great feast. Do you know that? May 16th and 17th, no? Okay. Then there is another name is here. Just read that name. Supported by? Say loudly. Mark Joy Alapat, the Bishop of Chicago Diocese, American Diocese, is the Bishop. He is from our parish. He supported and financial help he gave us for constructing the stage and all those things. Okay? Then that bishop's brother and cousin is here. Okay? Then we are going to bless this stage for our future performance, all those things. Therefore, we have to pray him. Then we have to perform the nice way in our life when we are getting the situations. Okay? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ, ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങൾ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ വിദ്യാലയത്തെയും അതിൽ ഞങ്ങൾ പുതുതായി റിനീവ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ഈ സ്റ്റേജിനെയും ഞങ്ങളുടെ എല്ലാ കുട്ടികളെയും അധ്യാപകരെയും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് ബോഡി അംഗങ്ങളെയും ഞങ്ങൾക്ക് ഇതിനായിട്ടുള്ള സഹായം നൽകിയിരിക്കുന്ന എല്ലാ സഭയും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ അധ്യാപകരെയും ഞങ്ങളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെയും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് കമ്മിറ്റിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സെക്രട്ടറി, ട്രഷറർ തുടങ്ങിയവരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സ്റ്റേജും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന അഭിമന്യ പിതാവിനെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇതിന് പണികൾ ചെയ്തുകൊണ്ട് സഹായിച്ച വ്യക്തിത്വങ്ങളെയും ഒക്കെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്ത് അവരുടെ ജീവിതത്തിലെ കലാപരമായിട്ടുള്ള മറ്റു തരത്തിലുള്ള എല്ലാവിധ നേട്ടങ്ങളും അവരുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളായി മാറ്റാനായിട്ട്
ഈ സ്റ്റേജ് എന്നും ഞങ്ങൾ നല്ല തരത്തിൽ ഉപയോഗിക്കാനായിട്ടുള്ള പ്രാപ്തിയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നേതൃത്വം കൊടുക്കുന്നവരെയും ഞങ്ങൾ ഓരോരുത്തരെയും സമൂഹമായിട്ട് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഞങ്ങളുടെ സ്കൂളിൻ്റെ മധ്യസ്ഥനായ ലോനമുത്തപ്പൻ്റെ അനുഗ്രഹങ്ങളും ഈ സ്റ്റേജിനോടൊപ്പം ഇവിടെ കയറി വരുന്ന എല്ലാ മക്കളോടൊപ്പം സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. A very warm good morning to all. I'm thrilled and honored to extend a warm welcome to all of you as we gathered here today to celebrate two special occasions. The birthday of our esteemed manager, Reverend Father Rafael Panikaran, and inauguration of Lumina Hall. Throughout the year, our dear Father has been a pillar of strength for our school, guiding us with wisdom, compassion, and commitment to excellence in education. Under his visionary management, our institution has achieved new heights and touched the lives of countless students. Along with that, the sun shone brightly and the dream Lumina Hall, decorated like a bride, stood majestically welcoming everyone. It is not coincidental, but it was the plan of God. Now I invite our manager, Reverend Father Rafael Panikaran, to inaugurate the Lumina Hall. Is not asking, it is a longing of the soul. Let's all take a moment, shut our eyes, and bring ourselves to a calm and peaceful state. Now I would like to call upon St. John's Choir for prayer. Flex, India is my country, and all Indians are my brothers and sisters. I love my country, and I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give respect to my parents, teachers, classmates, and all elders, and treat everyone with courtesy. To my country,
and my people, I pledge my devotion in their well-being and prosperity alone lies my happiness. Jai Hind. The world cannot be seen or even touched. They must cannot be seen or even touched. They must be felt with hearts. Thank you. Have a nice Major and other dignitaries on the dais. Good morning to one and all gathered here. Today is indeed a special and memorable day as we celebrate two significant occasions. Children, can you say me what are the two significant occasions here? What are the two occasions here? Come on loudly. Father's birthday. What is the other? Inauguration of our Lumina Hall, isn't it? Okay. Father, allow me to extend a warm and individual welcome to everyone present here now. Now, a very special and hearty welcome goes to our manager, Father Rafael, whose birthday we celebrate today. Father, your dedication, wisdom, and leadership have been a source of constant inspiration for every member of this institution. We thank God for blessing us with your guidance and we pray for your continued good health, happiness and success. Let us welcome our father, children. Welcome with a big round of applause. Hearty welcome, Father. Next, I extend my heartfelt welcome to our Secretary, Mr. Varghese Chulliparambal. Sir, your unwavering support and forward-thinking leadership continue to guide our school to greater heights. A pleasant welcome to you, sir. Now, I warmly welcome our principal, Mr. Babu Koikara. Your vision and tireless efforts have played a pivotal role in shaping the culture of excellence in our school. A sincere welcome to you, sir. I also extend a heartfelt welcome to our treasurer, Mr. Josue Anthony. Your steadfast commitment to the welfare of our school and your valuable contributions have been instrumental in making initiatives like this possible. A cordial welcome to you, sir. I also welcome Jovan Vincent Alapart and Paul Alapart, the family members of Alapart family. I also take this opportunity to welcome my fellow teachers who stand. All the time, there will be a smile on his face which attracts us towards him. Very energetic and dynamic, not only in his words but also in his deeds. He is a very punctual and tidy, also which we can copy to our life. We wish you a happy birthday, Father. May this day be filled with love, laughter and all your favorite things. As a token of our love, I invite Savvy Biju from class 10 to hand over a gift to our father on behalf of the students. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Students of class 3 and 4 for a birthday song. മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം ഒരു നൂറ് പൊൻകിരീടം വിളക്കാൻ ഒരു സൂര്യമാനസം കളമെഴുതി ഒരു സ്നേഹസാഗരം തിരയിറങ്ങി ഇത് പുണ്യമുറ
Good morning. So how you say to father happy birthday to whom? Father. Father asked you earlier to say good morning. So you added what? Good morning, sir. Say good morning, father. And say loudly once again as that. That's good, thank you. So how you will say again birthday wishes to father? Say loudly. Happy birthday to our dear father. Say. Thank you. Not everybody. I think the backbenchers are not loudly saying wishing to father. Say loudly once again from backbench. Happy birthday. Loudly once again. Thank you. To father also. I'm not wishing everyone, and especially we know that our father is along with us always. He has a lot of depth and knowledge in education, as well as if you say, we say like Sagalagalavan, singing very well, writing a lot of, understanding the persons, handling the person properly, lovingly, and we say that always is smiling. And one word we have written in our group that 1 year passed, he enjoyed a 1 year almost completed now again. The next year we are wishing for around the sun, and he is a traveler. You know that 2 days he was not here. He like a lot many places visited as well as eager to take a rest to refresh his mind. So always he is looking to move out for a day or two and energize himself and coming back. Spend a lot of time with families as well as friends. When we travel together, we see so many calls coming from different locations where we given the services. So wherever he left, still the families, friends, all around the world, giving a call, inviting him. I don't know the time how he is using to send the messages. Still, even if it isn't the night also, if I am sending some messages, he will immediately reply for that. Maybe 11:30, 12 o'clock also. Doesn't mean that we don't want to disturb him. He has a lot of responsibilities in hand. So we wish from our heart, happy birthday to dear father. Thank you very much. Mr. Josue Anthony for felicitation. Morning to everybody. റാഫേൽ അച്ഛന് എല്ലാവിധ ജന്മദിനാശംസകളും ഞാൻ നേരുന്നു. അച്ഛൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിശാബോധം അതിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. Now I invite our principal, Mr. Babu Koikira, to speak a few words. Respected Manager, Father Raphael Panikaran, our Secretary, Mr. Varghese Sulli Parapil, our Treasurer, Mr. Joss, the late is the brother of Bishop Joy Alapart, and the cousin of Bishop Joy Alapart, dear students and my dear staff. As it's already told at the beginning, we have two celebrations today, no? Two celebrations, no? Yes or no? Sir, first celebration we already had at the entrance. Before we start this program, we had the blessings, okay, of this stage. Children, you are all here from LKG onwards. And you know the famous artist, well-known artist, they have all learned their primary arts from their schools. And same way, when you get a very good performing stage, you know, our inborn talents will come out very well. The stage we have very well arranged.
very well set with all the lightings and sound systems, decorations, and all. And when you come to the stage, you feel that you are on a first class stage performing it. And that's the opportunity that the St. John's is giving to you. So, children, it is for you to make use of whatever the best of this stage here. From here, let it start. Your artistic talent may come out here. And sometimes in future, some of the shining stars of our country may come out from St. John's. Because unless we get a best opportunity to exhibit our talents, we may not be able to come out. So the St. John's has already started to giving you the best opportunity, and make use of this best opportunity, children. The second celebration we have the birthday of our manager. All of you like to celebrate the birthday, no? Yes or no? Yes, I know, because you cry at home when your birthday comes. You have to come here with a colorful dress and then give sweets to everybody. I would like to get a wishing from the school here, the stage, and the teachers, take a photo and then post it on the social media, and everyone likes. And our manager, Father Rafael Panjikaran, is the father of our institution here. He is the father of all of us. So we have to celebrate very well our father's birthday. And today, it happened to be, the other day celebrate, along with that celebration, we also made the blessings, the stage also. But not that the importance is, less importance is given to Father, equally importance, equally that is given. He is on the day of his birthday. And it's all wish him very happy, because he is just new to our institution and he is very well versed with the institutions, education institutions. He is the professor of the B.Ed College. And as his tall, he is good writer, good speaker, good singer. And we know when the head of our institution, the father of our institution, is with such a talented person, and we have a lot of things to imitate and learn from him. So let's all together wish him a happy birthday. Let us all together say, all of you please say happy birthday to Father. Please say, all of you, happy birthday. Karen, other dignitaries on the dais, staff, and my dear students, a very warm good morning to all. Today, as we all know, that we are celebrating the birthday of our beloved manager, Father Rafael Panjikaran. Dear Father, on behalf of the entire staff, I would like to extend our warmest birthday wishes to you on your special day. As our manager, you have been an incredible leader, mentor, and guide. Your vision and dedication has inspired us to work together to achieve a common goal. Your door is always open, and your willingness to listen and help us has made a significant impact on our life. We appreciate your leadership style, which is a perfect blend of professionalism, empathy, and humor. You have created a positive work atmosphere for us, which made us feel valued and motivated. On this occasion, we pray God to bless you, good health, happiness, and success in your mission. Happy birthday, Father. Thank you, ma'am. Next, very warm welcome to one and all present here. On this special day, we are gathered here to celebrate the birthday of our manager, Reverend Father Rafael Panjikaran. On behalf of St. John's family, we wish you happy birthday, dear Father. Your unwavering commitment to our education and your tireless efforts to create a nurturing learning environment are truly appreciated. We appreciate your hard work, dedication, and commitment. May your heart be filled with joy. We pray that God will protect you and shine His glorious light on your path as you travel through another year of life. May your life's journey continue in peace. On your birthday, we pray that God showers you with His boundless love and blessings. God truly send you to lead and direct us on the right path. Father, you are a very special and inspiring person who captivates everyone. We are thankful to you for your knowledge sharing and leadership. You truly are the strongest pillar of our school. Once again, we wish you a happy birthday. Life-changing for us.
In this special day, I invite our manager, Reverend Father Rafael Pannikaran, for the reply speech. Our beloved principal, Mr. Babu, our secretary, Mr. Vagis, our treasurer, Mr. Jose, then Mr. Paul and Mr. Juin, beloved teachers and non-teachers, and my dear children. Today, two things are going on here. First of all, I blessed the stage for you, for the school. And secondly, we are celebrating the birthday of the manager of the school. I am totally confused because your celebration is very high and very rich. I feel so. Especially your words and your attitudes and your mentality, so affectionate and considering, and giving too much love and affection towards me. Both the side of the management, teachers, and children, you children. I feel so you are expecting too much from me. I think so. You are expecting too much from me, from my side. I don't know what I can do, how I can perform you according to your wishes and desires and your expectations. Anyway, I will try my best for you. I like always be with you, but it is not so easy to be with you always. But I am finding sometimes for that with you. For that you are giving me too much support and sometimes some guidance also you are giving always for me. Surely I am accepting everything. Being manager means he is the first person maybe, but sometimes maybe the least person also. Because I have to hear too much from you, especially from children, you children, then you teachers, then you non-teachers, and especially from the management and board, especially from the secretary, like that. Anyway, your great gift, you gave me infant Jesus in this day, in the birthday, you gave me infant Jesus. I think you are memorizing me, be like that, like the infant Jesus always. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം. കാരണം ഉണ്ണീശോയെ നിങ്ങൾ എനിക്ക് സമ്മാനമായിട്ട് തന്നു. അതിൻ്റെ അർത്ഥം ഉണ്ണീശോയെ പോലെ ജീവിക്കാനാണ്. നിഷ്കളങ്കനായിരിക്കണം, ദെൻ ആശ്രയിക്കണം മറ്റുള്ളവരെ, അതോടൊപ്പം തന്നെ എപ്പോഴും സന്തോഷവാനായിരിക്കണം. The qualities of a child, you know that. I am also reading from your face also, all these things. You are always depending on your parents and teachers. You are always very blessed with calm and peaceful faces. Then you are always sincere. All these qualities are also seeing from your face, reading. I can read from your face also. നിങ്ങൾ തന്നെയാണ് അച്ഛനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം അച്ഛൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം, അതുപോലെ സ്വാർത്ഥനാകരുത്, അതുപോലെ പ്ലസന്റ് ആയിരിക്കണം, എല്ലാവരെയും ആശ്രയിക്കണം. ഇതൊക്കെ നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ ദീസ് ഓൾ ക്വാളിറ്റീസ് ഷുഡ് ബി ദെയർ ഇൻ അവർ ഹ്യൂമൻ ലൈഫ് ഓൾവേസ് എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. നമുക്ക് കഴിവുകളും പ്രാപ്തികളൊക്കെ ഒരുപാട് ഉണ്ടാകാം, പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു അവസ്ഥ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തലായിട്ടാണ് നിങ്ങളുടെ ഗിഫ്റ്റിനെ ഞാൻ കാണുന്നത്. ഒരുപാട് നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫെസ്റ്റിവൽ സോങ്സ്, അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള സമ്മാന പെട്ടി, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ഡെക്കറേഷൻസ്, നിങ്ങളുടെ ആശംസാ വാക്കുകൾ, പ്രത്യേകിച്ച് ടീച്ചേഴ്സും കുട്ടികളും സെക്രട്ടറിയും പ്രിൻസിപ്പളും അതുപോലെ ട്രഷററും ഒക്കെ പറഞ്ഞ വാക്കുകൾ, ഇതൊക്കെ ഒത്തിരിയേറെ സന്തോഷകരമായ കാര്യമാണ്. അച്ഛൻ സൂചിപ്പിക്കാറുണ്ട്, ഒരുപാട് ഇങ്ങനെ ആഘോഷങ്ങൾക്ക് നിന്നു കൊടുക്കാറില്ല, പക്ഷേ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകില്ല നമ്മൾ നിന്നു കൊടുക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നിന്ന് തരാണ്. നിങ്ങളെ വീക്ഷിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമായിട്ട് നിങ്ങൾ കരുതും. അപ്പോൾ ഇതൊരു വശമാണ് ജന്മദിനത്തിൻ്റെ
ഒരു വശമായിട്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത്, I am expecting from you always, I am asking for also, you should always pray for me. Then I am asking that question. നിങ്ങളിപ്പോൾ അച്ഛനെ കണ്ടു തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. നിങ്ങൾക്ക് അച്ഛനെ കണ്ടിട്ട് എത്ര പ്രായമായിട്ടാണ് തോന്നുന്നത്? പ്രായം ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല എന്നാണ് പൊതുവെ വെപ്പ്. നിങ്ങൾ എത്ര പ്രായമായെന്നാണ് അച്ഛന് തോന്നുന്നത്? ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് പുറകിൽ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ ആരെങ്കിലും? ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടില്ല, പക്ഷേ അച്ഛനൊന്ന് ചോദിക്കുകയാണ്, എത്ര പ്രായമായിട്ടുണ്ട് അച്ഛന്? സ്കൂൾ ലീഡേഴ്സ് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ലീഡേഴ്സ് അവിടെ ഒന്നുമില്ലേ? അവന് ചിലപ്പോൾ അറിയാം, അവൻ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഓക്കെ, എത്ര പ്രായമായിട്ടുണ്ടാവും അച്ഛന്? ഒരു ഗസ് ചെയ്യാൻ പറ്റുമോ? 80, 90, 70, 18? എത്ര പ്രായമായിട്ടുണ്ട് അച്ഛന്? നിങ്ങൾ കാണുമ്പോൾ എത്ര പ്രായമായിട്ടുണ്ട്? 70. നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും വേണമെങ്കിൽ. 56, 58. എന്തായാലും അച്ഛൻ്റെ റിയൽ ഏജ് എന്ന് പറയുന്നത് 61 വയസ്സാണ് അച്ഛൻ്റെ പ്രായം. 61 വയസ്സ്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് അത്രയും പ്രായമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു നടക്കുന്നത്. എനിക്കൊരു 50-51 വയസ്സ് മതി. 10 വയസ്സ് കുറച്ചാണ് ഞാൻ എപ്പോഴും കൂട്ടുക. അത് ശരിയായില്ലെന്ന് നിങ്ങൾ പറയും. ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ പ്രായം ചോദിക്കരുതിട്ട് നിങ്ങൾ ഒരിക്കലും പ്രായം ചോദിക്കാൻ പാടില്ല. ടീച്ചേഴ്സിന് പ്രായം ചോദിച്ച് അവരൊരിക്കലും കൃത്യം പ്രായം പറയാൻ ഒരു സാധ്യതയില്ല. കാരണം കുറച്ച് പ്രായം മതി എന്നാണ് ഞങ്ങളൊക്കെ ചിന്തിക്കുക. അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഞാൻ പ്രായമായി, അവശനാണ്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലേ, എനിക്ക് നടക്കാൻ വയ്യേ, അവിടെ വേദന, ഇവിടെ വേദന എന്നൊക്കെ ചിലർ പറഞ്ഞു കിടക്കുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഓൾസോ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളായ ചിലരും പറയും, അയ്യോ എനിക്ക് ക്ഷീണമാണ്, ഞാൻ വെയിൽ കൊണ്ടേ, ഞാൻ മഴ കൊണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ക്ഷീണമാണ്, എനിക്ക് അസുഖമാണ്, അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയാം, അങ്ങനെ പറയുന്നവരൊക്കെ അപ്പാപ്പന്മാരും അമ്മാവന്മാരും ആയി എന്ന് ഞാൻ പറയും. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, വെയിൽ കൊണ്ടേ എനിക്ക് ക്ഷീണമാണ്, തലവേദന വന്നേ, മഴ കൊണ്ടേ എനിക്ക് പനി വന്നേ, ഒരിക്കലും വരില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ എത്ര പ്രാവശ്യം പനി വരേണ്ടത്, എത്ര പ്രാവശ്യം അവർക്ക് തളർച്ച ക്ഷീണം തോന്നുന്നതാണ്? ഒരിക്കലുമില്ല. നേരം എടുത്താൽ അവർ എഴുന്നേറ്റു, അവർ ഇര തേടി പോകുന്നു, അവർ പറന്നു നടക്കുന്നു, അടികൂടുന്നു, ഇടികൂടുന്നു, അവർ തിരിച്ച് കൂടുകളിലേക്ക് എത്തുന്നു, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, മുട്ടയിടുന്നു, അങ്ങനെ പല കാര്യങ്ങളും അവരിങ്ങനെ ചെയ്തു പോകും. അവർ നാളെക്കുറിച്ചൊന്നും ഉത്കണ്ഠപ്പെടാറില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ ഏജിന്റെ കാര്യം പറയുമ്പോൾ കുട്ടികളെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാണ്, പ്രായം കൊണ്ടുണ്ടായിരിക്കാം, പക്ഷേ മനസ്സിൽ പ്രായം തോന്നിക്കരുത്. You have to keep always youthfulness or youngness or childness in your life എന്നാണ് ഞാൻ പറയുക. അപ്പൊ എപ്പോഴും നിങ്ങളുടെ കുട്ടികളായ നിങ്ങൾ കുട്ടിത്വം കാത്തു സൂക്ഷിക്കുക. ഇവരും ഇവിടെ ഇപ്പം അച്ഛനായിരിക്കും, ഞങ്ങൾ 1-2 പേരായിരിക്കും ഏറ്റവും സീനിയേഴ്സ്. ഞങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എപ്പോഴും യുവത്വമാകാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് യുവത്വമായിരിക്കാന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന കാര്യം നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരുക്കങ്ങൾ നടത്തിയാൽ മാത്രമാണ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ എല്ലാ നല്ല വാക്കുകൾക്കും, നിങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനത്തിനും, നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ഡെക്കറേഷൻസും, ഇനിയും കുറേ പേര് പുറകിലേക്ക് പോയിരുന്നു ഡാൻസ് കളിക്കാനായിട്ടും, നിങ്ങളുടെ ആശംസാ ഗാനങ്ങൾ, അതുപോലെ ആശംസാ പ്രസംഗങ്ങൾ, ടീച്ചേഴ്സ്, കുട്ടികൾ, പ്രിൻസിപ്പള്, അതുപോലെ മാനേജ്മെന്റ്, വർഗീസ്, ജോസഫ് എന്നൊക്കെ പറഞ്ഞ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട്, അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറാനായിട്ടുള്ള ഒരുപാട് അനുഗ്രഹത്തിനായിട്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ, അവർക്കും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇല്ല. അവർ എക്സിസ്റ്റൻസ് ആൻഡ് ബേസ്മെന്റ് ഓഫ് അവർ എക്സിസ്റ്റൻസ് അവർ പാരൻസ്. അതുകൊണ്ട് അവരെ എന്നും ഓർക്കാനും പ്രാർത്ഥിക്കാനും അവരെ അനുസരിക്കാനും വിധേയപ്പെടാനും കുട്ടികളായ നിങ്ങളും പരിശ്രമിക്കണം. മാതാപിതാക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളില്ല. നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ അവിടെ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ചും അവരുടെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. നിങ്ങൾ ചിലരൊക്കെ ഇപ്പോഴേ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അച്ഛനവിടെ മുകളിൽ നിന്നാൽ ചിലപ്പോൾ കാണാം ചിലരുടെ കുറുകലും വർത്തമാനങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊന്നും വേണ്ടാന്നല്ല അച്ഛൻ പറഞ്ഞ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലർ തീരുമാനിക്കും,
ഇനി ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഇനി അവർ പോരാ, എനിക്ക് അതിനേക്കാളും നല്ല കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും വേറെ ഉണ്ടെന്ന് കരുതി ചിലപ്പോൾ ഒക്കെ നമ്മൾ അവരെയൊക്കെ അങ്ങോട്ട് വേദനിപ്പിച്ച് ഉപേക്ഷിച്ചിട്ടൊക്കെ നമ്മൾ ഇറങ്ങിപ്പോകും. പോയ പോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ കുട്ടികളായ വലിയ കുട്ടികളും ചിന്തിക്കേണ്ട കാര്യമാണ്, മാതാപിതാക്കളെ വേദനിപ്പിക്കാതെയും അപമാനിക്കാതെയും അവരെ അനുസരിക്കുകയും അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ എന്തെങ്കിലും ചെയ്യൂ എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം എന്നുള്ളൊരു ചെറിയ മുന്നറിയിപ്പ് കൂടി ഈ അവസരത്തിൽ അച്ഛൻ നിങ്ങൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക്, അച്ഛൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത് നമ്മൾ ആദ്യം ചെയ്ത കാര്യം, നമ്മുടെ ഈ സ്റ്റേജിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് അതിനെ നമ്മൾ ബ്ലസ് ചെയ്ത് വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ് ചെയ്തത്. എനിക്ക് തോന്നണേ ഈ സ്റ്റേജ് ഇതാണ് നിങ്ങളുടെ പലരുടെയും ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഇടം. ക്ലാസ് റൂമും അതോടൊപ്പം തന്നെ നിങ്ങളിവിടെ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്ന ചിലരുടെ, എല്ലാവരുടെയും ഒന്നും ഉണ്ടാകില്ല, നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ചിലരുടെ എല്ലാം ഭാവി ഈ സ്റ്റേജിൽ നിന്നായിരിക്കും തുടക്കമിടുക. നിങ്ങളുടെ കാൽപാദങ്ങളും നിങ്ങൾ നിന്നിരിക്കുന്ന സ്ഥലവും മൈക്കും അതുപോലെ ലെക്ചർ സ്റ്റാൻഡും ഒക്കെ ഇവിടെയായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ആരംഭമിടുക. ഭാവിയിൽ നിങ്ങളായിരിക്കും വലിയ ആർട്ടിസ്റ്റുകളായോ വലിയ പ്രസംഗകരായിട്ടോ അല്ലെങ്കിൽ ലോകത്ത് അറിയപ്പെടുന്ന വലിയ വ്യക്തിത്വങ്ങളായിട്ട്. അന്ന് ഈ സ്റ്റേജൊന്നും ആയിരിക്കില്ല, അന്ന് ചിലപ്പോൾ ഇങ്ങനെ സെൻറ്റ് ജോൺ വളർന്ന് വലിയ ഓഡിറ്റോറിയവും വലിയ സ്റ്റേജും ഒക്കെ അവിടെ, പക്ഷെ ഇവിടെ നിന്നായിരിക്കണമെന്ന് മറക്കാതിരിക്കുക. അച്ഛനത് പറയാൻ കാരണം, അച്ഛനെന്ന് സ്റ്റേജ് ബ്ലെസ് ചെയ്തപ്പോൾ 1978, 79 കാലഘട്ടം അച്ഛൻ്റെ മനസ്സിലേക്കൊന്ന് പോയി. അച്ഛൻ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ചിരുന്നത് മാളയുടെ അപ്പുറത്ത് എളംതിക്കര എന്ന് പറയുന്ന ഒരു ഹൈസ്കൂളിലായിരുന്നു. അത് ഞങ്ങൾ പഠിച്ചപ്പോൾ ഏതാണ്ട് 3000 കുട്ടികളിൽ കൂടുതൽ ആ സ്കൂളിലുണ്ടായിരുന്നു. ഇന്ന് ആ സ്കൂളിൽ ഏതാണ്ട് 400 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ആ സ്കൂൾ ഇങ്ങനെ ഒരു കോട്ട പോലെ ഇങ്ങനെ കിടക്കുകയാണ് ക്ലാസ് റൂമുകളൊക്കെ. ഞങ്ങൾ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ ആ ക്ലാസ്സുകളിൽ പോയി ഇരിക്കാൻ ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് അതൊക്കെ അവിടെ ഉണ്ട്, ആകെ കാട് പിടിച്ചൊക്കെ. അന്ന് ഇതുപോലെ സ്റ്റേജിൽ നിന്നും അച്ഛൻ അവതരിപ്പിച്ച പാട്ടും അതോടൊപ്പം ഞാൻ അവതരിപ്പിച്ച ഡാൻസും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് കയറി വരും. അപ്പം നിങ്ങൾ വിചാരിക്കും അച്ഛൻ ഡാൻസ് ചെയ്യുമെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കും. അത്യാവശ്യം വേണ്ടി വന്നാൽ ഒരു കൈ നോക്കാനായിട്ടൊക്കെ തയ്യാറാണ്. അപ്പോൾ ആ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായിട്ട് സെമിനാരികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1-2 വർഷങ്ങളിലൊക്കെയാണ് പെർഫോം ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിരിക്കുക. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒരിക്കൽ പോലും ഓർക്കാത്ത കാര്യമാണെങ്കിലും ഞാൻ പെട്ടെന്ന് ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് സ്റ്റേജ് ബ്ലസ് ചെയ്ത് കയറി ഇവിടെ ഇരുന്നപ്പോൾ മാഷത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് 1979 യൂത്ത് ഫെസ്റ്റിൽ പാടിയ ഒരു പാട്ടാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. നിങ്ങൾ ആ പാട്ട് കേൾക്കാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സും ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ, കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ, അവിടെ സെർച്ച് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ പാട്ട് പാടി അച്ഛനന്ന് സമ്മാനം കിട്ടിയത് ഞാനിവിടെ ഇരുന്ന് ഓർക്കുകയായിരിക്കും. അതുപോലെ അന്ന് കാലഘട്ടത്തിൽ ഇന്ന് പോലെയുള്ള വലിയ സിസ്റ്റമാറ്റിക് ഉള്ള ഡാൻസോ ക്ലാസിക്കലോ ഒന്നുമില്ല, നാടോടി നൃത്തമാണ്. അപ്പോൾ ഞാനും അതും ഓർത്തു. മൈലാഞ്ചിക്കാട്ടിൽ പാറിപ്പറന്നു മണിവണ്ണ പൊന്മാനെ നിന്റെ മനസ്സിനകത്തൊരു പാട്ടൊക്കെ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നു. അന്ന് നാടോടി നൃത്തം പോലെ ചെയ്യുന്ന പാട്ടുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അത് ഞാൻ പെർഫോം ചെയ്യാൻ പോയില്ലെങ്കിലും അന്ന് ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്, എന്നെ ട്രെയിൻ ചെയ്ത് കയറ്റിയ മംഗള മിസ്സിനെയും അതോടൊപ്പം എന്നെ മേക്കപ്പ് ചെയ്ത് കയറ്റിയ പരമ സാറിനെയും ഒക്കെ ഞാൻ അവരൊന്നും ജീവിച്ചിരിക്കുന്നില്ല. അവരെയൊക്കെ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തുപോയി. കുട്ടികളോട് അച്ഛൻ ഇത് തന്നെയാണ് പറയാനുള്ളത്. ഈ സ്റ്റേജ് നിങ്ങളുടെ കലാപരമായിട്ടുള്ള എല്ലാ മേന്മകളെയും ഉയർത്താനായിട്ടുള്ളൊരു വേദിയായിട്ട് ഇന്ന് നമ്മളത് ബ്ലസ് ചെയ്ത് നിങ്ങൾക്കായിട്ട് തന്നിരിക്കുകയാണ്. ഒരുപാട് ഇവിടെ നിന്നും ഒത്തിരിയേറെ മക്കൾ പുറത്തു വരണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സാങ്കേതികമായിട്ടുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നമുക്ക് നൽകിയത് നമ്മുടെ ഇടവകയിലെ അഭിമന്യ പിതാവായിട്ടുള്ള ജോയ് ആലപ്പാട്ട് പിതാവാണ്. നന്ദിയോടുകൂടി നമ്മൾ ഓർക്കണം, പിതാവിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പിതാവിൻ്റെ ചേട്ടനും അനുജൻ്റെ മകനുമായിട്ടുള്ള ജുവിനും ഒക്കെയാണ്, പോളേട്ടനുമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും അദ്ദേഹം, നമ്മുടെ പിതാവ്, നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം അദ്ദേഹം ആരോഗ്യത്തോടെ ഇരിക്കാനും
അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ രംഗങ്ങളൊക്കെ ഒത്തിരിയേറെ സജീവമാകാനും ഒക്കെയായിട്ട് നമ്മൾ ഒത്തിരിയേറെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് നിങ്ങൾക്കതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അപ് ടു ഡേറ്റ് ആയിട്ട് വേണ്ട സമയത്ത് അതത് സമയത്ത് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഈ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് പുറത്തിറങ്ങുന്നവർക്ക് പിന്നീട് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ചിലപ്പോൾ ഇവിടേക്ക് കയറി വന്ന് ഇങ്ങനെ ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലെ പോലെ അവസരങ്ങൾ കിട്ടാനായിട്ട് സാധ്യതകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആ പിതാവിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്റ്റേജിലിരിക്കുന്നവരെയൊക്കെ നമുക്ക് അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ അറിയിക്കുകയും ചെയ്യാം. അതോടൊപ്പം ഇതിൻ്റെ പിറകിൽ കുറേ ത്യാഗമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അച്ഛനെ ഈ സ്റ്റേജ് വന്ന് കണ്ടപ്പോൾ 1-2 കാര്യങ്ങളാണ് അച്ഛൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ. മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഒന്ന് ഈ സ്റ്റേജ് ആയിരുന്നു. പിന്നെ തുണികളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞ് മുറുകിയൊക്കെ കിടന്ന് പിന്നെ ഒരു വൃത്തിയില്ലാതെ കുറേ വർക്കുകൾ ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ അത് അങ്ങനെ കിടന്നപ്പോഴാണ് ഞാൻ നമ്മുടെ സെക്രട്ടറി വർഗീസിനോട് ഞാൻ പറഞ്ഞത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. അദ്ദേഹം കലാപരമായിട്ട് ഒരുപാട് കഴിവും കരുത്തും ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞതിനേക്കാൾ അപ്പുറത്തായിട്ട് ഭംഗിയായിട്ട് അത് ഡിസൈൻ ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയാക്കാനായിട്ട് അദ്ദേഹം ഒത്തിരിയേറെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഒരുപാട് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒത്തിരിയേറെ മാറ്റങ്ങൾ നമ്മുടെ സ്കൂളിൽ ഇനിയും വരണം. ഈ സമയത്ത് വർഗീസിന് പ്രത്യേകിച്ച് നന്ദിയോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ബാബു മാസ്റ്റർ നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നേതൃത്വങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. നമ്മുടെ അധ്യാപകർ, വൈസ് പ്രിൻസിപ്പൽ, മറ്റുള്ള അധ്യാപകരും ഒക്കെ ഈ കാര്യത്തിൽ ഒത്തിരിയേറെ താല്പര്യത്തോടെയാണ് ആയിരിക്കുക. അപ്പോൾ അധ്യാപകരോടും കുട്ടികളോടും അച്ഛനുള്ള അഭ്യർത്ഥന, ഇനി ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ it should be up to the standard. Then there should be great personalities. There should be from this stage in our school and out of the school. അപ്പോൾ ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. അടുത്ത നമ്മുടെ കലോത്സവത്തിൽ, നമ്മുടെ CBSE കലോത്സവത്തിൽ ഉറപ്പായിട്ടും there should be some program from our school, from our children. There should be some grade should be also there. അതിനുള്ള ഒരുക്കം നമ്മൾ ഇപ്പോഴേ തന്നെ നമ്മൾ ആരംഭിക്കണം. There should be some result from your side. That's what I am expecting from your side. Okay? ഉണ്ടാകുമോ സമ്മാനം എന്തെങ്കിലും? അടുത്ത CBSE കലോത്സവത്തിൽ നമ്മൾ പങ്കെടുക്കുമോ? ഒരു റെസ്പോൺസും ഇല്ല. ഒക്കെ കുഴഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടാകണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒത്തൊരുമയോടുകൂടി പരിശ്രമിക്കണം അതിനായിട്ട്. അപ്പോൾ കഴിവുള്ളവരെ നമ്മൾ തിരഞ്ഞെടുക്കും, കഴിവില്ലാത്തവരെ കഴിവുള്ള തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് അവേഴ്സ് കുറച്ച് നമുക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ വിഷസിനും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ സമ്മാനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ദിവസം സന്തോഷകരമാക്കാനായിട്ട് സഹായിച്ചതിനുമൊക്കെ ഒരുപാട് നന്ദി. ഒത്തിരിയേറെ ഇടയ്ക്കിടയ്ക്ക് സന്തോഷകരമായ കാര്യങ്ങൾ നമുക്കുണ്ടെന്ന് അറിയാം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ തൃശ്ശൂർ നടത്തിയ ചെസ് കോമ്പറ്റീഷനിൽ ഏതാണ്ട് 250-260ഓളം പ്രതിഭകളാണ് അവിടെ മാറ്റുരച്ചത്. അതിൽ നിന്നും നമ്മുടെ സ്കൂളിലെ 3 കുട്ടികൾ ഏതാണ്ട് അടുത്ത ഗ്രേഡ് വരെ എത്തുകയും പ്രത്യേകിച്ച് ഗോവിന്ദ് N മനോജ് ഒന്ന് എഴുന്നേറ്റ് നിന്നേയും ദെൻ ഫ്രാങ്കോ സെബി എവിടെ അവര് ഏറ്റവും അഭിമാനകരമായ വിധത്തിൽ 16ാമത്തെ പൊസിഷനുമായിട്ട് ആൾഡ്രിക് എവിടെ എഴുന്നേറ്റ് നിന്ന്? ആൾഡ്രിക് ഇല്ലേ? ഓക്കെ, നിങ്ങൾക്കറിയാലോ ആൾഡ്രിക്കിനെ നന്നായിട്ട്. അപ്പോൾ ആൾഡ്രിക്കും ഇവർ 2 പേരുമാണ് ആ പൊസിഷനുകളിലേക്ക് ഇവരെത്തിയത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓൾറെഡി അഭിനന്ദിച്ചതാണ്. നല്ലൊരു തണ്ടർ ക്ലാപ്പ് തന്നെ അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ അഭിനന്ദനങ്ങളും ആശംസകളും നേരാം. അടുത്ത കോമ്പറ്റീഷനിൽ ഉറപ്പായിട്ടും ഇവർ അടുത്ത തലങ്ങളിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് ഈ സമയം നേരുകയും ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. Small memento from our manager. Please come.
Good morning to everyone gathered here. Respected Father Raphael Panyikaran, our beloved manager, and other dignitaries on the dais. It is my privilege to deliver the vote of thanks for the special occasion marking the birthday celebration of our respected manager, Father Raphael Panyikaran, and the inauguration of Lumina Hall, a significant milestone for our school. First and foremost, I extend my heartfelt gratitude to Father Raphael Panyikaran for his unwavering dedication and commitment to our school. Your visionary leadership and guidance have always been a source of inspiration to all of us. On your special day, we pray for your good health and continued success. Thank you, Father. I would also like to thank our Secretary Varghese Tulipambil sir for his valuable presence and guidance. Your contributions to our school have always enriched us. Thank you, sir. To our principal, a sincere thank you for organizing this meaningful event and for being a constant pillar of support to both students and teachers alike. Thank you, sir. A big thank you to our treasurer, Josiu Anthony sir, who has always ensured the financial strength of our institution, allowing us to grow and reach new heights. Thank you, sir. I also thank Mr. Paul Alapat and Jovin Vincent Alapat for your presence. Thank you. To our dear teachers, your dedication and tireless efforts contribute greatly to the success of every endeavor. Your presence makes every event memorable. Thank you, teachers. Finally, to my fellow students, thank you for your enthusiastic participation and support, which always adds vibrancy to every occasion. As we have inaugurated the Lumina Hall, may it shine as a center of learning, creativity, and togetherness, reflecting the spirit of our school. Once again, thank you all for making this day truly special. Have a wonderful day ahead. प्रणवालय परिपालय परमेशी कमलालय श्रीदेवी कुरिपिंचवे करुणाम्बुरासी
விளையாடு பாம்பே நீ ஆடு பாம்பே விளையாடு பாம்பே நீ ஆடு பாம்பே விளையாடு பாம்பே நீ ஆடு பாம்பே விளையாடு பாம்பே இந்த வயசு போதுமா